അടുക്കളയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത വന്നത്. ആസ്വദിച്ച് കഴിക്കാൻ നമുക്ക് ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആര്യക്കുട്ടി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ പൊട്ടറ്റോ വൃത്തിയാക്കുകയാണ്. പൊട്ടറ്റോ വൃത്തിയാക്കി അത് നീളത്തിൽ അരിഞ്ഞു. ഫ്രഞ്ച് ഫ്രൈസിന് എങ്ങനെയാണ് അരിയേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിതാ ഒരു പാൻ എടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ കുപ്പിയിലൊഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. എണ്ണ ചൂടായപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടു. ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച ഉരുളക്കിഴങ്ങാണിത്. നമ്മളതിൻ്റെ സ്റ്റാർച്ച് കളയണമല്ലോ. ഇത് പല രീതിയിൽ ചെയ്യാം. ഇതൊന്ന് വേവിച്ചിട്ട് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചിട്ട്, അതായത് നീളത്തിൽ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും, മറ്റേത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടിയത് കേട്ടോ, കൂടുതലായിട്ട് തോന്നിയത്. ഓക്കെ, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞു കഴിച്ചിട്ട്. എന്നിട്ട് നമ്മുടെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. വേറെ എന്തെങ്കിലും ഫ്ലേവേഴ്സ് വേണമെന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ദേ നമ്മുടെ ഗസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് നോക്കാം അല്ലേ. അപ്പോൾ കുഞ്ചൂസ് ഇതേ വരുന്നുണ്ട്. കുഞ്ചൂസ് മുമ്പ് എൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കുകയാണ് ഇവരെല്ലാവരും. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും ചെയ്യുക.